ഹായ് ഹലോ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ ദ വേൾഡ് ഓഫ് ഹ്യൂമർ, ലോകത്തിൻ്റെ തമാശ എന്ന് പറയുന്ന പാഠഭാഗമാണ്. അപ്പോൾ എവറിബഡി ലൈക്സ് ജോക്സ്, എല്ലാവർക്കും തമാശകൾ ഇഷ്ടമാണ് അല്ലേ. ഹിയർ ആർ സം ഗുഡ് വൺസ് റിലേറ്റഡ് ടു ഹ്യൂമറസ് സിറ്റുവേഷൻസ് ഫ്രം ദ ലീവ്സ് ഓഫ് എമിനൻറ്റ് പേഴ്സണാലിറ്റീസ്. പ്രമുഖ വ്യക്തികളുടെ ജീവിതത്തിൽ നിന്നുള്ള തമാശ നിറഞ്ഞ സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. തമാശയുടെ ലോകം എന്നാണ് ഹെഡിങ് കേട്ടോ. ഇവിടെ ബെഞ്ചമിൻ ഫ്രാങ്കിൻ്റെ ഒരു കോട്ട്സ് തന്നിട്ടുണ്ട്. ഐ വേക്ക് അപ്പ് എവറി മോർണിംഗ് അറ്റ് 9 and grab for the morning paper. Then I look at the obituary page. If my name is not on it, I get up. എന്താ പറയുന്നത്? ഞാൻ എല്ലാ ദിവസവും രാവിലെ 9 മണിക്ക് എഴുന്നേറ്റ് രാവിലെ ഈ പത്രം വായിക്കും. എപ്പോൾ ഞാൻ ഒബ്റ്റ്യൂണറി പേജ് എന്ന് പറഞ്ഞാൽ ചരമവാർത്ത നോക്കും. ചരമവാർത്തത്തിൻ്റെ പേജ് നോക്കും. അതിൽ എൻ്റെ പേരില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എഴുന്നേൽക്കും എന്നാണ് ഒരു തമാശ രൂപത്തിൽ പറയുകയാണ്. നോക്കാം നമുക്ക് പാഠഭാഗത്ത് എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളതെന്ന്. Arthur Conan Doyle, the famous author of detective stories, once went to Paris. അപ്പോൾ ആർതർ കൊനാൻ ഡോയിൽ എന്ന് പറയുന്ന ഫേമസ് ഓതറായ ഡിറ്റക്റ്റീവ് സ്റ്റോറീസുകളുടെ എഴുത്തുകാരനായ അദ്ദേഹം പാരീസിലേക്ക് യാത്ര ചെയ്തു. ഹി ഹയർഡ് എ ക്യാബ് അറ്റ് ദ റെയിൽവേ സ്റ്റേഷൻ ടു ഗോ ടു ദ ഹോട്ടൽ. അപ്പോൾ അവിടുന്ന് ഒരു ക്യാബ് ബുക്ക് ചെയ്തു അല്ലേ, ഹോട്ടലിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. വാട്ട് ഹോട്ടൽ വുഡ് യു ലൈക്ക് ടു ഗോ ടു മിസ്റ്റർ കൊനാൻ ഡോയിൽ? അപ്പോൾ കൊനാൻ ഡോയിലിനോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ഹോട്ടലാണ് ഇഷ്ടമെന്ന്. ആസ് ദ ക്യാബ്മാൻ ചോദിക്കുകയാണ്. ദ റൈറ്റർ വാസ് ഗ്രേറ്റ്ലി സർപ്രൈസ്ഡ്. അത് കേട്ടപ്പോൾ എഴുത്തുകാരൻ ആശ്ചര്യപ്പെട്ടു. ഹൗ ഡു യു നോ മൈ നെയിം? എങ്ങനെയാണ് നിനക്ക് എൻ്റെ പേര് മനസ്സിലായത്? ഹി ആസ്ക്ഡ്, അവൻ ചോദിച്ചു. വെൽ ഇറ്റ്സ് സിമ്പിൾ, അത് സിമ്പിളാണ്. ദ ക്യാബ്മാൻ സെഡ്, ക്യാബ്മാൻ പറഞ്ഞു. ദ അതർ ഡേ ഐ റീഡ് ഇൻ ദ ന്യൂസ് പേപ്പർ that you would probably visit Paris this week. Then I noticed that your suit was made of good English twin. എന്താണ് അപ്പോൾ ക്യാബ്മാൻ പറയാണ്, ഞാനിതിന് മുന്നത്തെ ദിവസം ന്യൂസ് പേപ്പറിൽ വായിച്ചു നിങ്ങൾ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് പാരീസ് വിസിറ്റ് ചെയ്യാൻ. ആ സമയത്ത് ഞാൻ നിങ്ങളുടെ സ്യൂട്ട് ശ്രദ്ധിച്ചപ്പോൾ അത് ഗുഡ് ഇംഗ്ലീഷ് ട്വിൻഡ് ആയിരുന്നു. വണ്ടർഫുൾ, അത്ഭുതം, സെഡ് കൊനാൻ ഡോയിൽ. യു ആർ എ ബോൺ ഡിറ്റക്റ്റീവ്. നിങ്ങൾ ജനിച്ചത് തന്നെ ഒരു ഡിറ്റക്റ്റീവ് ആയിട്ടാണല്ലോ. താങ്ക് യു സർ, ദ ക്യാബ്മാൻ റിപ്ലൈഡ്. ബട്ട് ഐ ആം നോട്ട് എക്സാക്ട്ലി എ ഗുഡ് ഡിറ്റക്റ്റീവ്. ഞാൻ പക്ഷേ യഥാർത്ഥത്തിൽ ഒരു ഗുഡ് ഡിറ്റക്റ്റീവ് അല്ല. വൈ ഡു യു സേ ദാറ്റ്? എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചു. ആസ്ക് കൊനാൻ ഡോയിൽ. യു സീ സർ, യുവർ നെയിം ഈസ് റിട്ടൺ ഓൺ യുവർ ലഗേജ്. നിങ്ങൾ കണ്ടോ, നിങ്ങളെ ലഗേജിൽ നിങ്ങളുടെ നെയിം എഴുതിയിട്ടുണ്ട് അല്ലേ, ഒരു തമാശയായിട്ട്. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പേര് മനസ്സിലായത് എന്ന് ഒരു തമാശ രൂപത്തിൽ പറയാം. അടുത്തത് നോക്കാം എന്താണെന്ന്. മാർക്ക് ട്വൈൻ, ദ ഫേമസ് അമേരിക്കൻ റൈറ്റർ, വാസ് ട്രാവലിംഗ് ഇൻ ഫ്രാൻസ്. അപ്പോൾ ഫേമസ് അമേരിക്കൻ റൈറ്ററായ മാർക്ക് ട്വൈൻ ഫ്രാൻസിലൂടെ ട്രാവൽ ചെയ്യായിരുന്നു. വൺസ് ഹി വാസ് ഗോയിങ് ബൈ ട്രെയിൻ ടു ഡിജോൺ. അപ്പോൾ ഒരു ദിവസം ട്രെയിനിൽ ഡിജോണിലേക്ക് പോവാണ്. ദാറ്റ് ആഫ്റ്റർനൂൺ ഹി വാസ് വെരി ടയേർഡ് ആൻഡ് വാണ്ടഡ് ടു സ്ലീപ്പ്. അങ്ങനെ പോകുന്ന സമയത്ത് ആഫ്റ്റർനൂൺ ആയിട്ടുണ്ട്, ഉച്ച തിരിഞ്ഞിട്ടുണ്ട്, അയാൾക്ക് ടയേർഡായി, അയാളിന് ഉറങ്ങണം. He therefore asked the conductor to wake him up when they reached Dijon. അപ്പോൾ കണ്ടക്ടറോട് പറയാണ്, എന്നെ വിളിക്കണം, ഞാൻ ഉറങ്ങാൻ പോവുകയാണ്, അപ്പോൾ എന്നെ ഡിജോൺ എത്തിയാൽ ഒന്ന് വിളിക്കണം എന്ന് പറയാണ്. ബട്ട് ഫസ്റ്റ് ഹി എക്സ്പ്ലെയിൻഡ് ദാറ്റ് ഹി വാസ് എ വെരി ഹെവി സ്ലീപ്പർ. ആദ്യം അദ്ദേഹം പറഞ്ഞെന്താ, ഞാൻ ഒരു ഹെവി സ്ലീപ്പറാണ്. ഐ വിൽ പ്രോബബ്ലി പ്രൊട്ടസ്റ്റ് ലൗഡ്ലി വെൻ യു ട്രൈ ടു വേക്ക് മീ അപ്പ്. അപ്പോൾ നിങ്ങൾ എന്നെ വിളിക്കുന്ന സമയത്ത് ഞാൻ ഒച്ചത്തിൽ പ്രതികരിക്കും. ഹി സെഡ് ടു ദ കണ്ടക്ടർ, ബട്ട് ഡു നോട്ട് ടേക്ക് എനി നോട്ടീസ്. പക്ഷേ നിങ്ങളൊന്നും ശ്രദ്ധിക്കരുത്. ജസ്റ്റ് പുട്ട് മീ ഓഫ് ദ ട്രെയിൻ എനിവേ. എന്തായിരുന്നാലും നിങ്ങൾ എന്നെ ട്രെയിനിൽ നിന്നും പുറത്താക്കണം എന്ന് പറയാണ്. വെൻ മാർക്ക് ട്വൈൻ വോക്ക് അപ്പ് ദ ട്രെയിൻ വാസ് ഓൾറെഡി ഇൻ പാരീസ്. അങ്ങനെ മാർക്ക് ട്വൈൻ ഉറങ്ങി എണീറ്റപ്പോൾ ട്രെയിന് പാരീസിൽ എത്തിയിട്ടുണ്ട്. ദ ആംഗ്രി റൈറ്റർ റാൻ അപ്പ് ദ കണ്ടക്ടർ ആൻഡ് സെഡ്, ഐ ഹാവ് ബീൻ സോ ആംഗ്രി ഇൻ ഓൾ മൈ ലൈഫ്. ആ ദേഷ്യത്തോടു കൂടി കണ്ടക്ടർ അടുത്തേക്ക് ഓടി. എന്നിട്ട് പറയണേ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്രയും ദേഷ്യം എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല എന്ന് പറയാണ്. ദ കണ്ടക്ടർ ലുക്ക്ഡ് അറ്റ് ഹിം കാംലി. അങ്ങനെ ശാന്തനായിട്ട് കണ്ടക്ടർ അദ്ദേഹത്തെ നോക്കി. യു ആർ നോട്ട് ഹാഫ് ആസ് ആംഗ്രി ആസ് ദ അമേരിക്കൻ
whom I put off the train at Dijon, he said. അപ്പോൾ എന്താ കണ്ടക്ടർ പറഞ്ഞത്? ഞാൻ അവിടെ ഇറക്കി വിട്ട ആ ഒരു അമേരിക്കൻ ആരാണോ അയാളുടെ അത്ര ദേഷ്യം താങ്കൾക്ക് ഇല്ല എന്ന് പറയണം. അപ്പോൾ എന്താ കണ്ടക്ടർ ആൾ മാറിയിട്ട് വേറൊരു അമേരിക്കക്കാരനെയാണ് ബസ്സിൽ നിന്നും ഇറക്കിയത്. അപ്പോൾ അതൊരു തമാശ രൂപത്തിൽ പറയാണ് ഇവിടെ ചെയ്യുന്നത്. അടുത്തത് നോക്കാം. Albert Einstein was apparently a late talker and his parents were worried about his mental development. ആൽബർട്ട് ഐൻസ്റ്റീൻ എന്താണ്? ഒരു അത്ര പെട്ടെന്നാണ് സംസാരിക്കുന്ന ആളല്ല അല്ലേ, സാവധാനം സംസാരിക്കുന്ന ആളാണ്. At the supper table one night he broke his silence to say. എന്താണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ്റെ മെൻ്റൽ എബിലിറ്റിയിൽ എന്താണ് പാരൻസ് ഭയങ്കര വെറീഡായിരുന്നു. പക്ഷേ ഒരു ദിവസം എന്താണ് രാത്രി ഭക്ഷണം കഴിക്കുന്ന ടേബിളിൽ ഹി ബ്രോക്ക് ഹി സൈലൻസ് ടു സേ എന്താണ് ദ സൂപ്പ് ഈസ് ടു ഹോട്ട് ഗ്രേറ്റ്ലി റിലീവ്ഡ്. ഹിസ് പാരൻസ് ആസ്ക്ഡ് വൈ ഹി ഹാഡ് എവർ സെഡ് എ വേർഡ് ബിഫോർ. എന്താണ് അപ്പോൾ ചൂടുള്ള എന്താണ് സൂപ്പ് ഭയങ്കര ചൂടാണ് എന്ന് അദ്ദേഹം പറഞ്ഞു എന്താണ് ഡിന്നർ കഴിക്കുന്ന സമയത്ത്. അപ്പോൾ പാരൻസ് ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇതിൻ്റെ മുന്നേ ഒന്നും നീ ഇങ്ങനെ പറയാത്തത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആൽബർട്ട് ഐൻസ്റ്റീൻ എന്താ റിപ്ലൈ കൊടുത്തത്? ബിക്കോസ് എവ്രിതിങ് വാസ് ഓൾ റൈറ്റ് ടിൽ ടുഡേ. എന്താണ് പക്ഷേ എന്താണ് എല്ലാം ശരിയായിരുന്നു, ഇന്ന് വരെ എല്ലാം ശരിയായിരുന്നു എന്ന് ഒരു തമാശ രൂപത്തിലുള്ള റിപ്ലൈ ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് നമ്മൾ ഈ ഹ്യൂമറസ് എന്ന് പറയുന്ന വേൾഡ് ഓഫ് ഹ്യൂമറസ് എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഇത്രയാണ് ഈ ചാപ്റ്ററിൽ വരുന്ന ഭാഗങ്ങൾ. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആക്ടിവിറ്റീസും ക്വസ്റ്റ്യൻ ആൻസേഴ്സൊക്കെ ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ്, ട്രൈ ടു ഫൈൻഡ് ദ ആൻസർ ടു ദ ഫോളോയിങ് ഫണ്ണി ക്വസ്റ്റ്യൻസ്. ദ പിക്ചേഴ്സ് മേ ഹെൽപ്പ് യു. ഇവിടെ കുറച്ച് ഫണ്ണി ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ഒരു പിക്ചറും പിക്ചറിൻ്റെ നടുവിലായിട്ടാണ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കിയാൽ കാണാൻ കഴിയും. അപ്പോൾ ആ ക്വസ്റ്റ്യൻസിൻ്റെ ചുറ്റോറായിട്ട് കുറച്ച് പിക്ചേഴ്സ് ഉണ്ട് അത് നിങ്ങൾക്ക് ഉത്തരത്തിലെത്താനുള്ള ക്ലൂ ആണ്. അപ്പോൾ 10 ക്വസ്റ്റ്യൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ലെറ്റർ ഓഫ് ദ ആൽഫബറ്റ് കണ്ടെയ്ൻ എ ഹ്യൂജ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ? എന്താണ് ഏത് അക്ഷരത്തിലാണ് കൂടുതൽ വെള്ളം അടങ്ങിയിട്ടുള്ളത്? സി സി ആണ്. ഫണ്ണി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. വൈ ആർ ഫിഷ് സോ സ്മാർട്ട്? വാട്ടർ ഉള്ളത് കൊണ്ടാണ് Why did the kid eat his homework? Cake. The more you take, the more you leave behind. What is it? Footstep. Which building has a number of stories? ഒരുപാട് കഥകളുള്ള ബിൽഡിംഗ് ഏതാണ്? ലൈബ്രറി. പിന്നെന്താണ്? Why is history a sweet subject? History, it has dates. I have teeth but can't eat. Who am I? A comb. ചെറുപ്പാണല്ലേ, എനിക്ക് ഒരുപാട് പല്ലുകളുണ്ട് പക്ഷെ എനിക്ക് തിന്നാൻ കഴിയില്ല. What has a face and 2 hands but arms or leg? No arms or leg. എന്താണ് എനിക്ക് മുഖമുണ്ട്, 2 കൈകളുണ്ട് പക്ഷെ എനിക്ക് എന്ത് ആംസും ലെഗും ഇല്ല. ആരാണ് ഞാൻ? ക്ലോക്ക് ആണ് അല്ലേ. What goes up as soon as the rain comes down? Umbrella. Which 2 words when combined hold a lot of letter? പോസ്റ്റ് ഓഫീസ് ഫണ്ണി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആൻസേഴ്സാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അടുത്ത ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. സിറ്റ് ഇൻ പെയേഴ്സ് ആൻഡ് ഫ്രെയിം അറ്റ്ലീസ്റ്റ് 2 ഫണ്ണി ട്രിക്കി ആൻഡ് ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ 2 പെയേഴ്സ് 2 ആൾക്കാരായിട്ട് ഗ്രൂപ്പാക്കിയിരിക്കുക. എന്നിട്ട് എന്താണ് 2 ഫണ്ണി തമാശയായിട്ടുള്ള കുറച്ച് 2 ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ട്രിക്കി ആൻഡ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കണം കേട്ടോ. എക്സാമ്പിൾ നോക്കാം. വാട്ട് ഈസ് ഓൾവേസ് മൂവിങ് യെറ്റ് നെവർ മൂവ്സ്? നമ്മൾ മൂവ് ചെയ്യുമ്പോൾ മൂവും പക്ഷെ നിന്നാലേ നിൽക്കും, മൂവ് ചെയ്യില്ല. എന്താണ്? ഷാഡോ, നിഴലാണ് വാട്ട് ഹാസ് ടു ബി ബ്രോക്കൺ ബിഫോർ യു ക്യാൻ യൂസ് ഇറ്റ്? ആൻ എഗ്. അടുത്തത്, കണ്ടക്ട് എ ക്യൂസ് ആസ് എ ക്ലാസ് ആക്ടിവിറ്റി. ക്യൂസ് കണ്ടക്ട് ചെയ്യാൻ പറയുന്നത്. ഡു യു റിമെമ്പർ എനി ഫണ്ണി എക്സ്പീരിയൻസ് ഇൻ യുവർ ലൈഫ്? ഡിസ്ക്രൈബ് 1 ഓഫ് ദം ബിലോ. അപ്പം നിങ്ങൾക്കുണ്ടായിട്ടുള്ള ഫണ്ണി ആയിട്ടുള്ള തമാശ നിറഞ്ഞ എന്തെങ്കിലും അനുഭവങ്ങൾ ഡിസ്ക്രൈബ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. Talking and laughing with my friends, it's the funniest moment shared to our feelings and stories. It's interesting moment like our family. നമ്മളെ ഫ്രണ്ട്സിനോട് സംസാരിക്കുന്നതും ചിരിക്കുന്നതും ഒക്കെ നമ്മളെ ഫണ്ണിയസ്റ്റ് മൊമെൻറ്റ്സ് ആണ് ലൈഫിൽ. അവരുമായിട്ട്
കഥകളും ഒക്കെ ഷെയർ ചെയ്യുമ്പോൾ അതൊരിക്കലും മെമ്മറബിളായിട്ട് മറക്കാത്ത ഓർമ്മകളായിട്ട് നമ്മളെ മനസ്സിൽ നിലനിൽക്കും. അടുത്ത ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. 2 ആക്ടിവിറ്റീസാണ് ഉള്ളത്. അതൊന്ന് മെനി പോപ്പുലർ ജോക്കേഴ്സിലെ ഒരുപാട് തമാശകളുണ്ട് നമ്മളെ മലയാളത്തിൽ മദർ ടങ്. ദേ ആർ ഓഫ്റ്റൻ പബ്ലിഷ്ഡ് ഇൻ മാഗസിൻ ഓർ ജേർണൽസ്. ദർ ആർ മെനി സച്ച് ജോക്സ് ഇൻ മൂവീസ് ടു. മൂവിയിലൊക്കെ ഒരുപാട് ജോക്കുകൾ വരും അല്ലേ, അതൊക്കെ കളക്ട് ചെയ്തിട്ട് നിങ്ങൾ ക്ലാസ്സിൽ പ്രസൻറ്റ് ചെയ്യാൻ പറയുകയാണ്. പിന്നെ അവിടെ കുറച്ച് കാർട്ടൂൺസ് തന്നിട്ട് എന്താണ് നിങ്ങളോട് അത് സ്റ്റോറി ആയിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മളെ വീഡിയോ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്, എല്ലാവിധ ആശംസകളും.